സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ ഒരു 3 കാർഡ് സ്പ്രെഡാണ്. ഫസ്റ്റ് കാർഡ് ജഡ്ജ്മെൻ്റ് എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേക്കപ്പ് കോൾ, ഒരു ഉൾവിളി ഉണ്ടാവുക, ഒരു പുനർജന്മം, അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസിന് ശേഷം ജീവിത ലക്ഷ്യം കണ്ടുപിടിക്കുക എന്നുള്ളതും ഈ കാർഡിനുണ്ട്. അതായത് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് നിന്ന് പാഠം ഉൾക്കൊണ്ട് സ്വയം ഉള്ളിലേക്ക് നോക്കി ജഡ്ജ് ചെയ്ത് തിടക്കപ്പെടാത്ത കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാലഘട്ടത്തെ കൂടിയാണ് ഈ ജഡ്ജ്മെൻ്റ് എന്നുള്ള കാർഡ് പറഞ്ഞത്. ഇതൊരു മേജർ ആർക്കാന കാർഡാണ്, യൂണിവേഴ്സൽ ഡിസിഷനാണ്. അപ്പോൾ കുറേ കാലത്തെ എക്സ്പീരിയൻസ് നിന്ന് യഥാർത്ഥ ജീവിത ലക്ഷ്യം മനസ്സിലാക്കി ഒരു പുതിയ ഒരു ഉൾവിളി ഉണ്ടാവണം. പുതിയൊരു ഉൾവിളി ഉണ്ടായിട്ട് പുതിയ ആശയത്തോടു കൂടി ഒരു പുതിയ കാലഘട്ടത്തേക്ക് കിടക്കുന്ന ഒരു സമയമാണ് ജഡ്ജ്മെൻ്റ് എന്നുള്ള കാർഡ്. അടുത്ത കാർഡ് എന്താണ്? പേജ് ഓഫ് കപ്സ് ആണ്. അത് ഇത് തന്നെയാണ് പറയുന്നത്. പുതിയ പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റിയുടെ, ക്യൂറിയോസിറ്റിയുടെ, ഇതുമാതിരി പുതിയ ഐഡിയാസ്, പുതിയ പദ്ധതികൾ, ഇപ്പോൾ ബിസിനസ്സൊക്കെ ആണെങ്കിൽ പുതിയ ക്രിയേറ്റിവിറ്റി, തൻ്റെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് പുതിയ പദ്ധതികൾ തുടങ്ങാനുള്ള അവസരങ്ങളും പുതിയ ആ പദ്ധതികൾ തുടങ്ങാനുള്ള കാലഘട്ടത്തെയും അതിന് റിസ്ക് എടുത്തിട്ട് തുടങ്ങുന്നു എന്നുള്ള ഒരു പറയുന്ന ഒരു കാർഡാണ് പേജ് ഓഫ് കപ്സ്. അടുത്ത കാർഡ് എന്താണ്? കിങ് ഓഫ് പെൻറ്റക്കിൾസ്. അങ്ങനെ ഒരു ഉൾവിളി ഉള്ളിലുണ്ടായി, പുതിയൊരു ആശയം ഉണ്ടായി, പുതിയൊരു തൻ്റെ ക്രിയേറ്റിവിറ്റി കൊണ്ട് പുതിയൊരു ബിസിനസ് പദ്ധതി തുടങ്ങി. അതിൽ മൂന്നാമത്തെ കാർഡ് എന്താണ്? സക്സസ്സും വെൽത്തും ഉണ്ടാകുന്നു, അബണ്ടൻസാണ്. ഒരു ലോങ് ടേം സക്സസ്സും ലീഡർഷിപ്പുമാണ് ഈ കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞ. അതിൻ്റെ കൂടെ അബണ്ടൻസും, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും കൂടിയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.